നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹലോ എവരിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൽ എക്സാംസ് ഒക്കെ നടക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഫ്രഷ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് നമ്മുടെ ആൻസർ ഷീറ്റുകളെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആൻസേഴ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഈ ഒരു ഡൗട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ സംസാരിച്ച പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇതേ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഒക്കെ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഇപ്പോഴും തേർഡ് സെമസ്റ്റർ എക്സാംസും അതുപോലത്തെ ഒരുപാട് എക്സാംസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് അവരുടെ ആൻസർ ഷീറ്റിനെ അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ആൻസർ ഷീറ്റ് എഴുതണം, ആൻസേഴ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റും കൂടെ അതാണ്, നമുക്ക് നമ്മുടെ മദർ ടങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ മദർ ലാംഗ്വേജിൽ തന്നെ നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസിനും ഈ ഒരു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതിൽ അവരെടുത്തിരിക്കുന്ന കോഴ്സുകളായിക്കോട്ടെ, അത് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് സെക്ഷൻ A മുതൽ സെക്ഷൻ D വരെ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സെക്ഷൻ A എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. സെക്ഷൻ B ആണെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, സെക്ഷൻ C ആണെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, സെക്ഷൻ D ആണെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 1 വേർഡ് ക്വസ്റ്റ്യൻ മുതൽ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇപ്പോൾ സെക്ഷൻ A ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ മതി. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ചൂസ് ചെയ്തിട്ട് എഴുതാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് 1 വേർഡ് മുതൽ എസ്സേ വരെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ബുക്ക്ലെറ്റ് ആണ്. ആ ഒരു ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, സബ്ജക്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, ഇങ്ങനെ തുടങ്ങി സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽ ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പേജ് മുതലാണ് നമ്മൾ നമ്മുടെ ആൻസേഴ്സ് എഴുതി തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് 1 വേർഡ് മുതൽ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരെയാണ് വരുന്നത്. അപ്പോൾ പല സ്റ്റുഡൻസിനും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസിന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. എന്നാൽ ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈസി ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതിയിട്ട് പിന്നെ നമ്മൾ ഷോർട്ട് എസ്സേ, ലോങ് എസ്സേ അങ്ങനെ ഒരു പാറ്റേണിലേക്ക് പോവുകയാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം തന്നെ നമ്മൾ എസ്സേസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു 1 വേർഡ് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പാറ്റേണിലേക്ക് പോവുകയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സാംസിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 2 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ മിനിമം ഒരു 2 വരിയിലൊക്കെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 2 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വലുതായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2-3 വരികളിൽ നമ്മൾ 2 മാർക്കിൻ്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അതിനൊക്കെ നമ്മൾ ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം കിട്ടാതെ വരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എസ്സേയുടെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് മെയിനായിട്ട് വരുന്ന പോയിന്റ്
പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മളൊരു പെൻസിൽ യൂസ് ചെയ്തിട്ടോ ഒരു പെന്ന് യൂസ് ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യാം, മെയിനായിട്ട് വരുന്ന കണ്ടന്റുകൾ മാത്രം നമ്മൾ എസ്സേയുടെ കേസിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു കണ്ടന്റ് മാത്രം നോക്കി പോയാൽ മതി. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നല്ല ഇംപ്രഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും പോയിന്റുകളൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ എഴുതി വെക്കുക. പിന്നെ നമുക്ക് എസ്സേ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് കൂടുതൽ മാർക്ക് എസ്സേന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളോ ഒക്കെ നമുക്ക് നമ്മുടെ എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എസ്സേ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, പഠിച്ചതിന് പുറമെ നമുക്ക് എന്തറിയാം അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് എന്തറിയാം എന്നുള്ളതും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് നമ്മുടെ എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്സേയിൽ നിന്ന് ഒരുപാട് മാർക്കുകൾ സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ വൺ വേർഡ് ആയിക്കോട്ടെ എസ്സേ ആയിക്കോട്ടെ, നമ്മൾ അതിന് ഓരോ ടൈം ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ എഴുതി വെച്ചതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മാർക്കുകൾ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ മറക്കാണ്ട് ഇട്ട് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ക് ബ്ലാക്കോ ബ്ലൂവോ ഇങ്കുകൾ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസേഴ്സ് എഴുതുക. പിന്നെ പെൻസിൽസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ എന്ത് ശ്രദ്ധിക്കുക, ഒരുപാട് വെട്ടിത്തിരുത്തലുകൾ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ ലൈനായിട്ട് നമ്മളത് വെട്ടുക. ഒരുപാട് കുത്തി വരച്ചിട്ട് നമ്മളത് വെട്ടിക്കളയരുത്. അത് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഇംപ്രഷൻ കളയാൻ വേണ്ടിയിട്ട് അത് ഒരു കാരണമാകും. അപ്പോൾ എന്ത് ചെയ്യുക, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ ലൈനായിട്ട് നമ്മളത് വെട്ടുക. മാക്സിമം തെറ്റുകൾ വരുത്താണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതുക. ഓരോ ക്വസ്റ്റ്യനും ഇത്ര ടൈം എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈം യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻസേഴ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എക്സാം പേപ്പറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത്. നമ്മൾ യൂസ് ചെയ്യുന്ന പെന്ന് അതിൻ്റെ ഇങ്ക് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കറുപ്പിച്ചിട്ട് വെട്ടിക്കളയരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഒരൊറ്റ വര ഇട്ടിട്ട് നമ്മൾ ആ ഒരു വെട്ടുകൾ തിരുത്തുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിന് അണ്ടർലൈൻ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസർ ഷീറ്റിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നോക്കാനും ഈസി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വേണം നമ്മൾ ആൻസർ ഷീറ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ തന്നെ എഴുതുക. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ തന്നെ നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റിനെ വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അടുത്ത സെമിസ്റ്റർ എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം ആൻസർ ഷീറ്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.